ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ബ്രെഡിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ കൂടെ വിളമ്പാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാനത് ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നൊന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുക്കറിലാണ് ഈ ഒരു സ്റ്റൂ ഉണ്ടാക്കുന്നത്. കുക്കറൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 4 ഏലക്ക ചതച്ചതാണ്. അതിൻ്റെ കൂടെ 4 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2-3 കഷ്ണം കറുവാപ്പട്ട കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി, അതുപോലെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ ഇഞ്ചി. ഇനി ഇതൊന്ന് നമുക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ദേ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും അതിൻ്റെ കൂടെ പച്ചമുളകും. ഞാനിവിടെ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ സ്റ്റൂവിൽ വേറെ മുളക് പൊടി ഒന്നും ചേർക്കില്ല. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് വേണം നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. സവോള പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഉപ്പ് മാത്രം ആദ്യം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഭയങ്കര ബ്രൗൺ കളറൊന്നും ആകണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടുന്ന ആ ഒരു പരുവം വരെ വഴറ്റിയെടുക്കാം. സവോള അത്യാവശ്യം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല ഫാസ്റ്റായിട്ട് സ്റ്റൂ തയ്യാറാക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഗരം മസാല, വളരെ കുറച്ച് മാത്രം മതി. പിന്നെ ഞാനിതിലിട്ട് കൊടുക്കുന്നത് കുറച്ച് കുരുമുളക് പൊടിയാട്ടോ. അത് വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. എൻ്റെ അടുത്ത് ബ്ലാക്കേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മസാലയൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്ന വെജിറ്റബിൾ ഇത് രണ്ടും മാത്രമാണ് കേട്ടോ, ഉരുളക്കിഴങ്ങും ക്യാരറ്റുമാണ്. പിന്നെ ഇതിനകത്തേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുകയാണ്. ചെറുതായിട്ട് നുറുക്കിയ എല്ലോട് കൂടിയിട്ടുള്ള പീസസ് ആട്ടോ സ്റ്റൂവിന് നല്ലത്. ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ ആട്ടോ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ സവോള വഴറ്റാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ഉപ്പ് ചേർത്തിരുന്നു. അപ്പം അതിനനുസരിച്ച് വേണം നെക്സ്റ്റ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിതിൽ തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട് സ്റ്റൂ വെക്കുന്നവർ ഈ സമയത്ത് നമ്മുടെ തേങ്ങാപ്പാൽ 2ാം പാലുണ്ടല്ലോ അത് ചേർത്തിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല. അത് കാരണം ഞാൻ കുറച്ച് ചൂട് വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 2 വിസിൽ കേൾക്കുന്നവരെ ഇതൊന്ന് കുക്ക് ചെയ്യാൻ പോവാട്ടോ. അപ്പോൾ 2 വിസിൽ വന്നു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. നമുക്ക് ഈ ചിക്കനും വെജിറ്റബിളും വേകാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ ഒരു 2 വിസിൽ വന്നാൽ മതിയാകും. ഇനി ഇതൊന്ന് സ്റ്റീം പോയിട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ദേ കുക്കറൊന്ന് ഓപ്പൺ ചെയ്യാണ്. നമ്മുടെ വെജിറ്റബിൾസും ചിക്കനും ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെജിറ്റബിൾസ് മാത്രമായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കണം. നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇത് ചെയ്യുന്നത്. ഈ ഒരു പൊട്ടാറ്റോയും ക്യാരറ്റും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ കറിക്ക് നല്ലൊരു കൊഴുപ്പുണ്ടാകും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ചിക്കൻ്റെ പീസൊന്നും പൊട്ടിപ്പോകാതെ നോക്കണം കേട്ടോ. വെജിറ്റബിൾസ് മാത്രം ഉടച്ചിടുക. ഇനി ഇതിലേക്ക് ഞാൻ പാല് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഞാൻ പശുവിൻ പാലാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാലാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ കട്ടിയുള്ള പാലാണ് ചേർക്കേണ്ടത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മിൽക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് 1-2 സംഭവങ്ങൾ കൂടെ വേണം. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ചീനച്ചട്ടിയിൽ ഇച്ചിരി എണ്ണ ചൂടാക്കിയിട്ട് കുറച്ച് കാഷ്യൂ ഒന്ന് വറുത്ത് കോരുവാണ്. അപ്പോൾ ഈ കാഷ്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ നമ്മുടെ കറിക്ക്. അപ്പോൾ സ്റ്റൂവിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ ചേർക്കേണ്ട ഒരു സംഭവമാണ് ഈ കാഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്ക് വറുത്ത് കോരിയെടുക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ കുറച്ച് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. ഇത് നമുക്ക് കടുക് പൊട്ടിക്കുന്ന ആ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. കൊച്ചുള്ളി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം.
ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. പശുവിൻ പാൽ ഒഴിച്ചത് കാരണം ഞാൻ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങാപ്പാലാണെങ്കിൽ ഇങ്ങനെ തിള വരാൻ നിൽക്കരുത്, അതിന് മുന്നേ ഓഫ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് ആ കാഷ്യൂ വറുത്തതും അതുപോലെ തന്നെ നമ്മുടെ കൊച്ചുള്ളി വറുത്തതും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെക്കാം. ഇതേ നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ചൂടോടെ തന്നെ ഇത് സെർവ് ചെയ്യാം. അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് ഈ പശുവും പാൽ ചേർത്തിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.